മാമ്പഴപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉരുളി വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കാൻ പാടുള്ളൂ. നന്നായി ഇളക്കി കുറുക്കിയെടുക്കണം. നന്നായി കുറുകി വരണം. കുറുകി വന്നതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി കുറുക്കി എടുക്കണം. നല്ലതുപോലെ തിളച്ച് കുറുകണം. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലിരിക്കണം, കൂടാൻ പാടില്ല. കുറച്ച് സമയം എടുക്കും ഇതൊന്ന് കുറുകി വരാനായിട്ട്. നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാൽ നല്ല രീതിയിൽ 3 തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായി കുറുകി വന്നതിന് ശേഷം അതിലേക്ക് ഏലക്ക, ജീരകം ഇവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തേങ്ങയുടെ 1-ാം പാൽ ചേർക്കുക. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്, കിസ്മിസ്, തേങ്ങാക്കൊത്ത് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണെങ്കിലും കുറച്ച് തണുത്ത് വരുമ്പോൾ ഒന്ന് കുറുകിയിരിക്കും. കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിത് വിളമ്പാം. അപ്പോൾ പ്രഥമൻ റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.